ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ പേരാണ് നല്ല ഭക്ഷണങ്ങളുടെ മാന്ത്രിക ഉദ്യാനം. പണ്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുഖപ്രദമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രവി എന്ന കൗതുകമുള്ള ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. രവിക്ക് ചുറ്റുമുള്ള ലോകം പര്യവേക്ഷണം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് കച്ചവടക്കാർ പഴങ്ങളും പച്ചക്കറികളും എല്ലാത്തരം സ്വാദിഷ്ടമായ പലഹാരങ്ങളും വിൽക്കുന്ന വർണ്ണാഭമായ ചന്തകൾ പോലുള്ള സ്ഥലങ്ങൾ. ഒരു സുപ്രഭാതത്തിൽ രവിയുടെ മുത്തശ്ശി അമ്മ അവനെ ഒരു ചാറ്റിന് വിളിച്ചു കൂടെയിരുത്തി. രവി, അവർ പറഞ്ഞു, നമ്മുടെ വീട് ഒരു നിധിപ്പെട്ടി പോലെയാണ്. പോഷകപ്രദമായ ആഹാരം കൊണ്ട് വയറു നിറയ്ക്കുന്നതുപോലെ നാം അതിനെ നല്ല വസ്തുക്കളാൽ നിറയ്ക്കണം. അമ്മൂമ്മ തുടരുന്നത് രവി ശ്രദ്ധയോടെ കേട്ടു. നമ്മുടെ വീട് ഒരു മാന്ത്രിക ഉദ്യാനമായി സങ്കൽപ്പിക്കുക. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും വിത്തുകൾ നാം നടുമ്പോൾ മനോഹരമായ പൂക്കൾ ഇവിടെ വിരിയുന്നു. എന്നാൽ അലസത, അത്യാഗ്രഹം, ദുർവ്യയം എന്നിവയുടെ കളകൾ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ പൂന്തോട്ടം ശൂന്യമാകും. കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവി തലയാട്ടി. ഭക്ഷണത്തിന്റെ കാര്യമോ അമ്മേ, അവൻ ചോദിച്ചു. അമ്മൂമ്മ ചിരിച്ചു. ഓ, ഭക്ഷണം! ഇത് നമ്മുടെ ശരീരത്തിന് സൂര്യപ്രകാശം പോലെയാണ്. നാം വിവേകത്തോടെ തിരഞ്ഞെടുക്കണം. നമ്മുടെ കലവറയിൽ പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ നിറയ്ക്കാം. ഇവയാണ് നമ്മെ ആരോഗ്യകരവും ശക്തവുമാക്കുന്ന മാന്ത്രിക ചേരുവകൾ. രവിയുടെ കണ്ണുകൾ തിളങ്ങി. എന്നാൽ പഞ്ചസാര കലർന്ന മിഠായികളുടെയും ക്രിസ്പി ചിപ്സിന്റെയും കാര്യമോ അമ്മേ, അമ്മൂമ്മ ഒന്ന് ചിരിച്ചു. അവർ വികൃതികളായ യക്ഷികളെപ്പോലെയാണ്. അവ കഴിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ആസ്വദിച്ചേക്കാം. എന്നാൽ അവയിൽ പലതരം പ്രശ്നമുണ്ടാക്കിയേക്കാം. നമുക്ക് അവ വല്ലപ്പോഴും ആസ്വദിക്കാം. എന്നാൽ നമ്മുടെ പ്രധാന വിരുന്ന് ആരോഗ്യകരമായ ഭക്ഷണങ്ങളായിരിക്കണം. അന്നുമുതൽ രവി അവരുടെ വീട്ടിലെ മാന്ത്രിക ഉദ്യാനത്തിന്റെ കാവൽക്കാരനായി. വർണ്ണാഭമായ പഴങ്ങൾ, ഇലക്കറികൾ, ഹൃദ്യമായ ധാന്യങ്ങൾ എന്നിവ അടുക്കളയിൽ സംഭരിക്കാൻ അദ്ദേഹം മുത്തശ്ശി അമ്മയെ സഹായിച്ചു. ഓരോ മധുരപലഹാരത്തിൽ പ്രലോഭനം തോന്നിയപ്പോഴെല്ലാം അമ്മൂമ്മയുടെ വാക്കുകൾ അവൻ ഓർത്തു. എന്റെ ആഹാരത്തെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് രവിയുടെ സുഹൃത്ത് കിരൺ അവിടം സന്ദർശിച്ചു. കിരണിന് മധുരപലഹാരങ്ങൾ ഇഷ്ടമായിരുന്നു. പലപ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് കുക്കികൾ ഒളിച്ചെടുത്തു തിന്നുമായിരുന്നു. രവി കിരണിനെ അവരുടെ മാന്ത്രിക ഉദ്യാനം പര്യവേക്ഷണം ചെയ്യാൻ ക്ഷണിച്ചു. പാൻട്രി തുറന്നപ്പോൾ രവി പഴങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും വിരൽ ചൂണ്ടി. ഇവ ഞങ്ങളുടെ നിധികളാണ്, അവൻ പറഞ്ഞു. അവർ ഞങ്ങളെ ശക്തരും സന്തോഷമുള്ളവരും ആകുന്നു. കിരണിന്റെ കണ്ണുകൾ വിടർന്നു. ഞങ്ങളുടെ വീട്ടിൽ അത്തരം നിധികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം സമ്മതിച്ചു. രവി ചിരിച്ചു. എന്തുകൊണ്ടാണ് കിരൺ നിങ്ങളുടെ സ്വന്തം മാന്ത്രിക ഉദ്യാനം ആരംഭിക്കാത്തത്? നല്ല ഭക്ഷണങ്ങൾ കൊണ്ട് നിറയ്ക്കുക, അത് എത്ര അത്ഭുതകരമാണെന്ന് നിങ്ങൾ കാണും. അങ്ങനെ കിരൺ സ്വന്തം യാത്ര തുടങ്ങി. അവൻ ജിജ്ഞാസയുടെ വിത്തുകൾ പാകി. താമസിയാതെ അവന്റെ വീട് വർണ്ണാഭമായ ഭക്ഷണങ്ങളാൽ പൂത്തു. നല്ല തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തെ കൂടുതൽ മാന്ത്രികമാക്കുന്നുവെന്ന് കിരൺ മനസ്സിലാക്കി. രവിയുടെയും കിരണിന്റെയും ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ വീട് നല്ല ഭക്ഷണങ്ങളാൽ നിറയ്ക്കുക. നിങ്ങളുടെ ശരീരം പോലെ മനസ്സും സന്തോഷം കൊണ്ട് തഴച്ചു വളരും. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള സമയം ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബു ചെയ്യലും കൂടുതൽ കഥകൾ ജീവസ്സുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഈ കഥയുടെ ശീർഷകം സൗഹൃദത്തിന്റെ ഹൃദയം. പണ്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു, കുഞ്ഞാട് ലീലയും കൊക്കോ കാളക്കുട്ടിയും. അവരുടെ സൗഹൃദം ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന പുരാതന ആൽമരം പോലെ ശക്തമായിരുന്നു. പുൽമേടുകൾ പര്യവേക്ഷണം ചെയ്യാനും ചിത്രശലഭങ്ങളെ പിന്തുടരാനും രഹസ്യങ്ങൾ പങ്കിടാനും ലൈലയും കൊക്കോയും അവരുടെ ദിവസങ്ങൾ ചെലവഴിച്ചു. അവർ ഒരുമിച്ച് ചിരിച്ചും കരഞ്ഞും പരസ്പരം സ്വപ്നങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞും കടന്നുപോയി. എന്നാൽ അവരുടെ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അവരുടെ അചഞ്ചലമായ സ്നേഹവും കരുതലും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ലീലയ്ക്ക് വയ്യാതായി.
എന്തോ ഒരു അസുഖം വന്നു. അവളുടെ കമ്പിളി കോട്ടിന് തിളക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരിക്കൽ സന്തോഷം കൊണ്ട് തിളങ്ങിയിരുന്ന അവളുടെ കണ്ണുകൾ മങ്ങി തുടങ്ങി. അവളുടെ സുഹൃത്തിനെ ഓർത്ത് വിഷമിച്ച കൊക്കോ ലീലയുടെ അരികിൽ നിന്നു. അവൻ അവൾക്ക് പുല്ല് കൊണ്ടുവന്നു കൊടുക്കാൻ തുടങ്ങി. അവളുടെ ആശ്വാസത്തിനായി നല്ല താലോലം പാട്ടുകൾ പാടിക്കൊടുത്തു. അവളുടെ ആവേശം ഉയർത്താൻ രസകരമായ കഥകൾ പോലും പറഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി ലീലയുടെ ആരോഗ്യം വഷളായി. ഗ്രാമവാസികൾ പറയാൻ തുടങ്ങി, രോഗിയായ ആട്ടിൻകുട്ടിക്കു വേണ്ടി ഇങ്ങനെ എന്തിന് സമയം കളയുന്നു. എന്നാൽ കൊക്കോ അവരെ അവഗണിച്ചു. ലീലയോടുള്ള അവന്റെ സ്നേഹം ഏതൊരു ഗോസിപ്പിനേക്കാളും ശക്തമായിരുന്നു. യഥാർത്ഥ സൗഹൃദം അവരുടെ കൂടെ നിൽക്കുന്നതിൽ ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രത്യേകിച്ചും അവർക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ. നിലാവുള്ള ഒരു രാത്രിയിൽ ലീലയുടെ പനി കൂടി. കൊക്കോ അവളുടെ അരികിൽ ഇരുന്നു. അവളുടെ തലയിൽ മെല്ലെ തലോടി. കൊക്കോ, ലൈല ദുർബലമായി മന്ത്രിച്ചു, എന്റെ സമയം വന്നിരിക്കുന്നുവെന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊക്കോയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഇല്ല ലീല, നീ മെച്ചപ്പെടും. നമ്മൾ വീണ്ടും പുൽമേടുകളിൽ നൃത്തം ചെയ്യും. ലൈല ചിരിച്ചു. പ്രിയ സുഹൃത്തേ, ശ്രദ്ധയോടെ കേൾക്കുക. സ്നേഹവും കരുതലും വിത്തുകൾ പോലെയാണ്. നട്ടാൽ അവ വലിയ മരങ്ങളായി വളരുന്നു. നിങ്ങൾ എന്നെ പരിപാലിക്കുന്നതുപോലെ മറ്റുള്ളവരെയും പരിപാലിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുക. കൊക്കോ തലയാട്ടി. അവന്റെ ഹൃദയം ഭാരപ്പെട്ട് സങ്കടത്തിൽ ആയി. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ലീല. പിറ്റേന്ന് രാവിലെ ലീല കണ്ണുകളച്ചു വിടവാങ്ങി. അവൾക്ക് വേണ്ടി വിലപിക്കാൻ ഗ്രാമവാസികൾ ഒത്തുകൂടി. പക്ഷേ കൊക്കോ തലയുയർത്തി നിന്നു. ലീലയുടെ വിശ്രമസ്ഥലത്തിന് സമീപം അദ്ദേഹം ഒരു തൈ നട്ടു. അവരുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകം ആയി. വർഷങ്ങൾ കടന്നുപോയി. തൈ ഗംഭീരമായ ഒരു മരമായി വളർന്നു. അതിന്റെ ശാഖകളിൽ പക്ഷികൾക്ക് അഭയം നേടി. അതിന്റെ വേരുകൾ മണ്ണിനെ ഒന്നിച്ചു നിർത്തി. ഇപ്പോൾ ഒരു പഴയ കാളയായ കൊക്കോ എല്ലാവരെയും പരിപാലിക്കുന്നത് തുടർന്നു, ലീല അവനെ പഠിപ്പിച്ചതുപോലെ. എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ? അതിനാൽ നമ്മുടെ കഥയുടെ ധാർമ്മികത ഇതാണ്: സ്നേഹവും കരുതലും ഇഴചേരുമ്പോൾ യഥാർത്ഥ സൗഹൃദം പൂക്കുന്നു. കൊക്കോയെയും ലീലയെയും പോലെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാം. കാരണം അവ അനുകമ്പയുടെയും ദയയുടെയും വനങ്ങൾ സൃഷ്ടിക്കുന്ന വിത്തുകളാണ്. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്ത്രതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ ശീർഷകം ടിമ്മിയുടെ രുചികരമായ പാഠം. ഒരിക്കൽ ടേസ്റ്റ്വില്ലെ എന്ന വർണ്ണാഭമായ പട്ടണത്തിൽ സാഹസികതകളും സ്വാദിഷ്ടമായ പലഹാരങ്ങളും ഇഷ്ടപ്പെടുന്ന ടിമ്മി എന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു. ഒരു നിറഞ്ഞ പകൽ ദിവസം അവനു ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ആപ്പിൾ അട ഉണ്ടാക്കിയ മുത്തശ്ശിയെ കാണാൻ ടിമ്മി തീരുമാനിച്ചു. കുട്ടയിൽ ഒരു പയ്യുമായി അവൻ സൈക്കിളിൽ യാത്രയായി. ആഹ്ലാദകരമായ ഒരു രാഗം മൂളികൊണ്ട് അവൻ സൈക്കിൾ യാത്ര തുടങ്ങി. തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതിയ റൊട്ടിയുടെ ഏറ്റവും മനോഹരമായ സുഗന്ധമുള്ള ഒരു പുതിയ ബേക്കറി അവൻ ശ്രദ്ധിച്ചു. പ്രലോഭനത്തിൽ ടിമ്മി തന്റെ ബൈക്ക് പാർക്ക് ചെയ്തു ഇരുവശവും നോക്കാതെ തെരുവിലൂടെ ഓടി. പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു ഹോൺ അവനെ ഞെട്ടിച്ചു. ഒരു കാർ തന്റെ നേരെ വരുന്നതായി അവൻ മനസ്സിലാക്കി. പക്ഷേ ഭാഗ്യവശാൽ ഡ്രൈവർ കൃത്യസമയത്ത് നിർത്തി. ടിമ്മി സുരക്ഷിതനായിരുന്നു. ദയുള്ള ആ ഡ്രൈവർ പുറത്തിറങ്ങി പറഞ്ഞു, ചെറുപ്പക്കാരാ, റോഡ് മുറിച്ചു കടക്കുന്നതിനു മുമ്പ് എപ്പോഴും നിർത്താനും രണ്ടു ദിക്കും നോക്കാനും ശ്രദ്ധിക്കാനും ഓർക്കുക. സുരക്ഷിതമായിരിക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ അവനു റോഡ് സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി. ടിമ്മി തലയാട്ടി. ഡ്രൈവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തുടർന്നു. ഇത്തവണ എല്ലാ സുരക്ഷാ നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചു. വന്നപ്പോൾ മുത്തശ്ശി ഊഷ്മളമായ ആലിംഗനം ചെയ്തു. ടിമ്മി തന്റെ സാഹസികതയും താൻ പഠിച്ച പാഠവും പങ്കുവച്ചു. മുത്തശ്ശി അവനു ഒന്നും അപകടം സംഭവിക്കാതെ വീട്ടിലെത്തിയതിൽ സമാധാനിക്കുകയും അവന് സുരക്ഷയെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അവർ ഒരുമിച്ച് സ്വാദിഷ്ടമായ ആപ്പിൾ പൈ ആസ്വദിച്ചു.
റോഡിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം താൻ ഒരിക്കലും മറക്കില്ലെന്ന് ടിമ്മിക്ക് അന്ന് തിരിച്ചറിഞ്ഞു. ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ എപ്പോഴും റോഡ് സുരക്ഷാ നിയമങ്ങൾ ശ്രദ്ധിക്കുക. ഓർക്കുക, നിങ്ങളുടെ ക്ഷേമത്തേക്കാൾ വിലയുള്ള ഒരു ട്രീറ്റും ഇല്ല. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയം നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥവച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്ത്രതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. അടുത്ത തവണ കാണുന്നത് വരെ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ പേര് ആലുവ ഫ്രണ്ട്ഷിപ്പ്. ഒരിക്കൽ ആലുവയെന്ന മനോഹരമായ പട്ടണത്തിൽ രണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു, സച്ചിനും അമലും. ഒത്തിരിയേറെ സ്വപ്നജീവിയായ സച്ചിൻ യുണൈറ്റഡ് കിംഗ്ഡത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അത് അവന് സാധിച്ചെടുക്കാൻ പറ്റിയില്ല. ഫണ്ടുകൾ സമയത്തിന് ശരിപ്പെടുത്താൻ പറ്റാത്ത കാരണം അദ്ദേഹത്തിന്റെ വിസ അപേക്ഷ നിരസിക്കപ്പെട്ടു. നിരാശനായ സച്ചിൻ തന്റെ പിതാവിന്റെ ബേക്കറിയിൽ നിന്ന് ഓർഡർ നൽകി സമയം കളയാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഒരു ഡെലിവറി സമയത്ത് അവൻ തന്റെ ബാല്യകാല സുഹൃത്തായ അമലിനെ കണ്ടുമുട്ടി. അമലിന് ഒരു ഉജ്ജ്വലമായ ആശയമുണ്ടായിരുന്നു. ഹൈദരാബാദിൽ ഗേറ്റ് കോഴ്സിനായി അവിടെ പോകാൻ ആയിരുന്നു പ്ലാൻ. കൂടെ അമലും കൂടി. ഹൈദരാബാദിൽ മറ്റൊരു കഥാപാത്രം രംഗപ്രവേശം ചെയ്തു, റീനു റോയ്. ഓസ്പിൻ എന്ന IT കമ്പനിയിലാണ് റീനു ജോലി ചെയ്തിരുന്നത്. അവൾ ഉന്മേഷമുള്ളവായിരുന്നു, വളരെ നല്ല ഒരു തൊഴിലാളി ആയിരുന്നു. പുതുതായി ചുട്ടുപൊഴിപ്പിച്ച അപ്പം പോലെ ഊഷ്മളമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. റീനുവിന്റെ റൂംമേറ്റ് കാർത്തികയും ഒരുപോലെ നല്ല സൗഹൃദ മനോഭാവം ഉള്ള ആളായിരുന്നു. യാദൃച്ഛികമായ ഏറ്റുമുട്ടലിനെയാണ് സച്ചിന്റെയും റീനുവിന്റെയും വഴികൾ കടന്നുപോയത്. അവരുടെ ചിരി നിറഞ്ഞ സംഭാഷണങ്ങൾ മാന്ത്രികമായ ഒന്നായി മാറി. അഗാധമായ സൗഹൃദം ഉണ്ടായി. അവർ ഒരുമിച്ച് നഗരം പര്യവേക്ഷണം ചെയ്തു. സ്വപ്നങ്ങൾ പങ്കിട്ടു, കൂട്ടുകെട്ടിന്റെ സന്തോഷം കണ്ടെത്തി. എന്നാൽ ജീവിതം എപ്പോഴും സുഗമമായിരിക്കില്ല. ജോലിസ്ഥലത്ത് റീനുവിന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. സച്ചിൻ മാതാപിതാക്കളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടു പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു. എന്നിട്ടും അവർ രണ്ടുപേരും സൗഹൃദം അചഞ്ചലമായി തുടർന്നു. പലതരം വഴികളിലൂടെ അവർ പരസ്പരം പിന്തുണച്ചു. യഥാർത്ഥ സുഹൃത്തുക്കൾ നക്ഷത്രങ്ങളെപ്പോലെയാണെന്ന് തെളിയിച്ചു. ഇരുണ്ട രാത്രികളിലും അവർ തിളങ്ങുന്നു. ഒരു ദിവസം അവർ ഹുസൈൻ സാഗർ തടാകത്തിനരികിൽ ഇരിക്കുമ്പോൾ റീനു തന്റെ രഹസ്യം പറഞ്ഞു. അവൾക്ക് പെയിന്റിംഗ് ഇഷ്ടമായിരുന്നു. അവളുടെ അഭിനിവേശം പിന്തുടരാൻ സച്ചിൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. താമസിയാതെ റീനുവിന്റെ ഊർജ്ജസ്വലമായ ക്യാൻവാസുകൾ അവരുടെ ചെറിയ അപ്പാർട്ട്മെന്റിനെ അലങ്കരിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ജീവിതമെന്നാൽ ഗംഭീരമായ അംഗീകാരങ്ങളോ വിസ അംഗീകാരങ്ങളോ മാത്രമല്ലെന്ന് സച്ചിൻ തിരിച്ചറിഞ്ഞു. അത് രണ്ടുപേർക്കും ഇടയിൽ ഉള്ള നിമിഷങ്ങളെക്കുറിച്ചായിരുന്നു. പങ്കിട്ട ചിരി, സംഭാഷണങ്ങൾ, സൗഹൃദത്തിന്റെ ഊഷ്മള. റീനു അവന്റെ അവതാരികയായി. അവളുടെ സാന്നിധ്യത്തിൽ അവൻ ആശ്വാസം കണ്ടെത്തി. അപ്പോൾ ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, സാധാരണ ദിവസങ്ങളെ അസാധാരണമായ സാഹസികതകളാക്കി മാറ്റാൻ ഒരു നല്ല സുഹൃത്തിനു മാത്രമേ സാധിക്കൂ. സന്തോഷമെന്നാൽ നിങ്ങൾ എവിടെ പോകുന്നു എന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ ആരുടെ കൂടെ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുമായി ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു വലിയ തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്ത്രതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.